ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ലേഖനമാണ്. ലേഖനത്തിൻ്റെ പേരാണ് ജബ് ഗാന്ധിജി കി ഘടി ചോരി ചലേ ഗയി. ഘടി എന്ന് പറഞ്ഞാൽ വാച്ച് എന്നാണ് അർത്ഥം. ഓക്കെ, ഗാന്ധിജിയുടെ വാച്ച് മോഷണം പോയപ്പോൾ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടപ്പോൾ. ഓക്കെ, എഴുതിയിരിക്കുന്നത് സ്വയം പ്രകാശ്. വായിച്ചു നോക്കാം. ओके, जब अंग्रेज़ों के अंतिम वायसरॉय लॉर्ड माउंटबैटन भारत आए तो उन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. जब अंग्रेज़ों के अंतिम वायसरॉय എന്താ പറയുന്നത് ഇവിടെ? അംഗ്രേസോം മീൻസ് ബ്രിട്ടീഷുകാർ. ഓക്കെ, ഇംഗ്ലീഷുകാരെയാണ് അംഗ്രേസോം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷിലെ അവസാനത്തെ വൈസ്രോയി. അന്തിം മീൻസ് അവസാനത്തെ വൈസ്രോയി ആയ ലോർഡ് മൗണ്ട് ബാറ്റൺ. ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന നോക്കി, മൗണ്ട് ബാറ്റൺ ഉണ്ട്, അതുപോലെ ഗാന്ധിജി ഉണ്ട്, മൗണ്ട് ബാറ്റൻ്റെ വൈഫ് ഉണ്ട്. ഓക്കെ, ഇത് വായിച്ച് നോക്കുമ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ കൊടുത്ത ചിത്രത്തിൻ്റെ മീനിങ്. ഓക്കെ, എന്താ പറയുന്നത്? ലോർഡ് മൗണ്ട് ബാറ്റൺ ഭാരത് ആയേത്തോ, ഭാരതത്തിൽ വന്നപ്പോൾ ഉन्होंने सोचा कि गांधी जी से बात किए बगैर भारत में कुछ नहीं किया जा सकता. എന്താ പറയുന്നത്? ഇംഗ്ലീഷുകാരുടെ, അതായത് ബ്രിട്ടീഷിലെ അവസാനത്തെ വൈസ്രോയായ ലോർഡ് മൗണ്ട് ബാറ്റൺ ഭാരതത്തിൽ വന്നപ്പോൾ ഉन्होंने सोचा ही, അദ്ദേഹം ചിന്തിച്ചു, ഗാന്ധിജി സെ ബാത് കിയേ ബഗൈർ, ഗാന്ധിജിയോട് സംസാരിക്കാതെ ഭാരതത്തിൽ കുച്ച് നഹീ കിയാ ജാ സക്ത, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ആരാണെന്ന് പറയുന്നത്? ലോർഡ് മൗണ്ട് ബാറ്റൺ. അദ്ദേഹത്തിന് മനസ്സിലായി ഗാന്ധിജിയോട് സംസാരിക്കാതെ ഇന്ത്യയിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. ഓക്കെ, तो परंपरानुसार उन्होंने गांधी जी को चाय पर बुलाया. പരമ്പരാഗതമായി അദ്ദേഹം ഗാന്ധിജിയെ ചായക്ക് ക്ഷണിച്ചു, ചായ കുടിക്കാൻ വിളിച്ചു. ഓക്കെ, എന്താ പിന്നെ പറയുന്നത്? और गांधी ने यह आमंत्रण स्वीकार भी कर लिया. ഗാന്ധിജി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. अब वाइसरॉय भवन में इस चाय पार्टी की भारी तैयारियां शुरू हो गई. വൈസ്രോയ് ഭവനിൽ ഈ ചായ പാർട്ടിക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും തുടങ്ങി. ശുരു ഹോ ഗയി എന്ന് വെച്ചാൽ ആരംഭിക്കുക. ഓക്കെ, ഗാന്ധിജി ചായ് പിയേങ്കെ യാ ദൂത്. ഇപ്പം ഇവിടെ എന്താ പറയുന്നത്? അവർക്ക് മൗണ്ട് ബാറ്റണും അതുപോലെ അദ്ദേഹത്തിൻ്റെ പത്നിക്കും ഒരുപാട് ഡൗട്ട്സ് വന്നല്ലേ. ഗാന്ധിജിയെ വിളിച്ചാൽ അദ്ദേഹത്തിന് അതിഷ്ടാവോ ഇതിഷ്ടാവോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താ നോക്കിയേ? ഗാന്ധിജി ചായ് പിയേങ്കെ യാ ദൂത്, ഗാന്ധിജി ചായ കുടിക്കുവോ അതോ ദൂതാണോ കുടിക്കുക? ദൂത് മീൻസ് പാല്. വേ ശാക്കാഹാരി ഹേ യാ മാംസാഹാരി, അദ്ദേഹം ശാക്കാഹാരി ഹേ, അതായത് വെജിറ്റേറിയൻ. ശാക്കാഹാരി മീൻസ് വെജിറ്റേറിയൻ, മാംസാഹാരി എന്ന് വെച്ചാൽ നോൺ വെജിറ്റേറിയൻ. ഓക്കെ, അദ്ദേഹം ഒരു വെജിറ്റേറിയൻ ആയിരിക്കുമോ അതോ മാംസാഹാരി ആയിരിക്കുമോ? കുർസി മേസ് പർ ബൈഠ്കർ നാശ്ത കരേങ്കെ യാ ഫർഷ് പർ ബൈഠ്കർ. കുർസി കസേര, ഓക്കെ, ചെയറിലും മേശയിലും ഇരുന്നു കൊണ്ടാണോ അദ്ദേഹം നാശ്ത അതായത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതോ ഫർഷ് പർ ബൈഠ്കർ, ഫർഷ് മീൻസ് തറ, അതായത് ഫ്ലോർ. ഓക്കെ, തറയിൽ ഇരുന്നു കൊണ്ടാണോ? എന്താ പറയുന്നത്? കസേരയിൽ ഇരുന്നു കൊണ്ടാണോ കഴിക്കുക അതോ തറയിൽ ഇരുന്നു കൊണ്ടായിരിക്കുമോ? രസോയിയെ കാ ബ്രാഹ്മൺ ഹോന ജരൂരി ഹേ യാ കോയി ഭി ചലേഗ. രസോയിയെ, പാചകക്കാരൻ ബ്രാഹ്മണൻ ആകണമെന്ന് നിർബന്ധം ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ആരായാലും മതിയോ? കോയി ഭി ചലേഗ. ഉസ് ദിൻ ഗാന്ധിജി കാ ഉപവാസ് തോ നഹി രഹേഗ. ആ ദിവസം ഗാന്ധിജി ഉപവാസത്തിലായിരിക്കുമോ? ഉപവാസം എന്ന് വെച്ചാൽ എന്താ? വ്രതം അല്ലേ. ഓക്കെ, ഉൻകെ സാത്ത് കിത്തനെ ലോഗ് ആയെങ്കെ, അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര ആൾക്കാർ വരും? ഔർ വേ ക്യാ ഖായെങ്കെ, അദ്ദേഹം എന്ത് കഴിക്കും? ഗാന്ധിജിക്കോ നാശ്തേ മേ ക്യാ ഖാന പസന്ത് ഹേ, ഗാന്ധിജിക്ക് നാശ്തേ മേ
ബ്രേക്ക്ഫാസ്റ്റിൽ ഏത് ഭക്ഷണമായിരിക്കും ഇഷ്ടമുണ്ടാവുക? ഉസേ പക്കാനെ കെ ലിയെ രസോയിയെ കഹാ സേ ബുൽവായേ ജായെങ്കെ. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി രസോയിയെ പാചകക്കാരനെ കഹാ സേ ബുൽവായേ ജായെങ്കെ എവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരും? और സാമഗ്രി കഹാ സേ മംഗ്വായി ജായേഗി. അതുപോലെ സാധനങ്ങൾ എവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരും? വഗൈര വഗൈര എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, വഗൈര മീനിങ് എക്സെട്ര. ശ്രീമതി മൗണ്ട് ബാറ്റൺ ने इसका सारा जिम्मा खुद ले लिया. ശ്രീമതി മൗണ്ട് ബാറ്റൺ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും സ്വയം ഏറ്റെടുത്തു. ഖുദ് എന്ന് വെച്ചാൽ സ്വയം, ജിമ്മ മീൻസ് ഉത്തരവാദിത്വം. ഓക്കെ, അടുത്ത പാരഗ്രാഫ്. ഗർമിയോं के दिन थे. എന്താ പറയുന്നത്? ഗർമിയോं के दिन थे, വേനൽക്കാലമായിരുന്നു അല്ലേ, ചൂടുള്ള ദിവസമായിരുന്നു. ജിസ് കമരെ में गांधी को बिठाना था उसे 1 घंटा पहले से रूम कॉलर चलाकर पूरी तरह ठंडा कर लिया गया. എന്താ പറയുന്നത്? ജിസ് കമരെ में गांधी को बिठाना था, ഏത് റൂമിലാണോ ഗാന്ധിജിയെ ഇരുത്താൻ ഉദ്ദേശിക്കുന്നത്, ഉസേ 1 ഘണ്ട പെഹലെ സേ, ആ റൂമിൽ 1 മണിക്കൂറിന് മുന്നേ തന്നെ റൂം കൂളർ ചലാക്കർ, റൂം കൂളർ ഇട്ടുകൊണ്ട് പൂരി തരേ ഠണ്ടാക്കർ ലിയാ ഗയാ, മുഴുവനായും ആ റൂം തണുപ്പിച്ചെടുത്തു. ഉസ് സമാനെ മേം പൂരേ ഹിന്ദുസ്ഥാൻ മേം ഏക് ഹി റൂം കൂളർ താ. ആ കാലഘട്ടത്തിൽ എല്ലാ ഹിന്ദുസ്ഥാന്മാരിലും ഒരേ ഒരു റൂം കൂളറേ ഉണ്ടായിരുന്നുള്ളൂ. മക്സദ് തോ ഗാന്ധിജിക്കോ ആരാം ദേന ഹി താ. ഉദ്ദേശം എന്താ? ഗാന്ധിജിക്ക് വിശ്രമം നൽകണമെന്ന്. ഓക്കെ, ലേക്കിൻ ബസ് യഹി സേ ഗഡ്ബഡ് ശുരു ഹോ ഗയി. എന്നാൽ അവിടെ നിന്ന് ഗഡ്ബഡ്, കുഴപ്പങ്ങളും ആരംഭിക്കാൻ തുടങ്ങി. ഗാന്ധിജി अपनी धोती से अच्छी तरह बदन लपेट कर उस कमरे में अपनी कुर्सी पर सिकुट सिमट कर बैठ गए और कुनमुनाने लगे. എന്താ പറയുന്നത്? ഗാന്ധിജി അപ്നി ധോത്തി സേ, അദ്ദേഹത്തിൻ്റെ ധോത്തി എന്താ? മുണ്ട് അല്ലേ. അദ്ദേഹത്തിൻ്റെ മുണ്ടിൽ അച്ചി തര ബദൻ ലപേട്കർ, അത് നല്ലതുപോലെ ശരീരത്തിൽ അങ്ങനെ പുതപ്പിച്ചിട്ട് ഉസ് കമരേമേ, ആ റൂമിൽ അപ്നി കുർസി പർ, തൻ്റെ ചെയറിൽ സികുട്ട് സിമട്കർ ബൈഠ് ഗയേ, അങ്ങനെ കുനിഞ്ഞുകൂടി ഇരുന്നു. ഔർ കുൻമുനാനെ ലഗെ, എന്നിട്ട് എന്തൊക്കെയോ എന്താ പറയുക, ഒരു വിരോധം പ്രകടിപ്പിക്കാൻ തുടങ്ങി. ലോർഡ് മൗണ്ട് ബാറ്റൺ ഉൻസെ ബഡി ബഡി രാജനീതി കി ബാതേം കർ രഹേ ഥേ. ലോർഡ് മൗണ്ട് ബാറ്റൺ അദ്ദേഹത്തിനോട് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയായിരുന്നു. और ഗാന്ധിജി ബഡേ അൻമനേപ്പൻ സേ ഹാ ഹൂ കിയേ ജാ രഹേ ഥേ. എന്നാൽ അപ്പോൾ ഗാന്ധിജി ബഡേ അൻമനേപ്പൻ സേ ഹാ ഹൂ കിയേ ജാ രഹേ ഥേ, അതായത് അദ്ദേഹത്തിന് ഭയങ്കര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ അതിനൊക്കെ ഹാ ഹൂ അങ്ങനെ തിരിച്ച് പറയുന്നുണ്ടായിരുന്നു. ആഖിർ മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത് ഹേ. അവസാനം മൗണ്ട് ബാറ്റൻ ചോദിച്ചു, എന്തു പറ്റി? ഗാന്ധിജി പറഞ്ഞു, ഇസ് കൂളർ കോ പ്ലീസ് ബന്ദ് കർ ദീജിയേ, മുझे സർദി ലഗ് രഹി ഹേ. എന്താ ഗാന്ധിജി പറഞ്ഞേ? ഇസ് കൂളർ കോ, ഈ കൂളറിനെ പ്ലീസ് ബന്ദ് കർ ദീജിയേ, കൂളർ ചലിപ്പിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യൂ. മുझे സർദി ലഗ് രഹി ഹേ, എനിക്ക് തണുക്കുന്നുണ്ട്. സർദി എന്ന് വെച്ചാൽ എന്താ? തണുപ്പ്. ഇസ് തരഹ് अपनी शान दिखाने का पहला मौका വൈസ്രോയി സേ छिन गया. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആയൊരു ഇത് കാണിക്കാനുള്ള, എന്താ പറയുക, അഭിമാനം, അത് കാണിക്കാനുള്ള ആദ്യത്തെ അവസരം വൈസ്രോയിൽ നിന്നും छिन गया, തട്ടിയെടുത്തു. ഓക്കെ, ഖേർ ബാത്തേ ഹോത്തി രഹി, കുറേ സംസാരങ്ങളൊക്കെ അവിടെ നടന്നു. ലേക്കിൻ ഗാന്ധിജീനെ കോയി ഖാസ് രുചി നഹി ലി, പക്ഷേ ഗാന്ധിജിക്ക് അതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ലോർഡ് മൗണ്ട് ബാറ്റനെ പൂച്ചാക്കി ക്യാ ബാത് ഹേ. ലോർഡ് മൗണ്ട് ബാറ്റൻ ചോദിച്ചു, എന്തു പറ്റി? ഗാന്ധിജി ബോലെ मैं आ रहा था तो रास्ते में रेलगाड़ी में किसी ने मेरी खिड़ी चुरा ली.
ഞാൻ വരികയായിരുന്നു. അപ്പോൾ വഴിയിൽ റെയിൽഗാഡി എന്ന് വെച്ചാൽ എന്താ, ട്രെയിൻ. ഓക്കെ, ട്രെയിനിൽ കിസീനെ ആരോ മേരി ഘടി എൻ്റെ വാച്ച് ചുരാലി, എൻ്റെ വാച്ച് ആരോ മോഷ്ടിച്ചു. വ ബഹുത് പുരാനി ഘടി തി, അത് ഭയങ്കര പഴയ വാച്ചായിരുന്നു. और मुझे बहुत प्यारी थी, അതുപോലെ എനിക്ക് വളരെ ഇഷ്ടവുമായിരുന്നു. मैं उसे यहाँ इस तरह अपनी धोती में कमर से ठांगे रखता था, അതിനെ ഞാൻ ഇസ് തര ഇതുപോലെ അപ്നി ധോത്തിമേയും അദ്ദേഹത്തിൻ്റെ മുണ്ടിൽ കമർ സേ വയറിൻ്റെ ഇവിടെ സൈഡിലായിട്ട് അവിടെ ഇതുപോലെ ഠാങ്കെ രക്താത്ത തൂക്കിയിടാറായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. और जब चाहे निकाल कर टाइम देख लेता था, അതുപോലെ സമയം നോക്കണമെങ്കിൽ അത് എടുത്ത് സമയം നോക്കുമായിരുന്നു. मैं रोज़ सोने से पहले नियम से उसमें चाबी भरता था, എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുന്നേ ഞാനതിൽ ചാബി എന്താ പറയുക, അത് ചാബി ഇടുമായിരുന്നു. അതായത് കീ കൊടുത്തിട്ടാണ് ആ വാച്ച് രാത്രിയിൽ ഇതുപോലെ കീ കൊടുത്തിട്ടാൽ പകൽ മൊത്തം അത് ഓടും. ഓക്കെ, അങ്ങനെയായിരുന്നു ചെയ്യാറുണ്ടായിരുന്നത്. പത്താ നഹി കോൻ ഉഡാലേ ഗയ ഔർ ക്യോം, അറിയില്ല ആരാ എടുത്തുകൊണ്ട് പോയത്, അതുപോലെ എന്തിനു വേണ്ടിയാണ് കൊണ്ടുപോയതെന്ന് അറിയത്തില്ല എന്ന് പറയും. ആരെ? ഗാന്ധിജി. ഓക്കെ, ഔർ ഗാന്ധിജി അവസോസ് മേ ഡൂബ് ഗയേ, ഗാന്ധിജി ഭയങ്കര ദുഃഖത്തിലങ്ങനെ ഇരിക്കുകയായിരുന്നു, ദുഃഖത്തിലങ്ങനെ മുങ്ങിപ്പോയി. वाइसरॉय ने भी अफसोस जाहिर किया, लेकिन उन्हें समझ में नहीं आया कि एक छोटी सी पुरानी घड़ी के लिए ये आदमी वाइसरॉय की दावत जैसे ज़िंदगी के सबसे शानदार मौके का मसा किरकिरा क्यों कर रहा है. എന്താ പറയുന്നത്? അപ്പം വൈസ്രോയും ഖേദം പ്രകടിപ്പിച്ചു. ലേക്കിൻ ഉനെ സമജ് മേ നഹി ആയാക്കി, എന്നാൽ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നില്ല. എക് ചോട്ടി സി പുരാനി ഘടി കേലിയെ, ഒരു ചെറിയ പഴയ വാച്ചിന് വേണ്ടി യേ ആദ്മി, ഈ മനുഷ്യൻ വൈസ്രോയ്ക്ക് ദാവത്ത്, അതായത് വൈസ്രോയുടെ ഈ വിരുന്ന്, ജൈസെ സിന്ദഗിക്ക് സബ്സെ ഷാൻദാർ മൗക്കേക്ക, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഏറ്റവും നല്ലൊരു അവസരത്തെ അദ്ദേഹം നശിപ്പിച്ച് കളയുന്നത് എന്തിനാണെന്ന് മൗണ്ട് ബാറ്റൻ പ്രഭുവിന് മനസ്സിലായിരുന്നില്ല. ഓക്കെ, ക്യാ ഇസെ എക് നയി ഘടി ദിലാദും, എന്താ ഇദ്ദേഹത്തിനൊരു പുതിയ വാച്ച് വാങ്ങിക്കൊടുത്താലോ. ലേക്കിൻ യഹ് മാനേഖ തോടി, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കുമോ. യേ തോ യഹി കഹേഗ കി മുझे अपनी वही पुरानी घड़ी चाहिए, അദ്ദേഹം പറയുമായിരിക്കും അദ്ദേഹത്തിന് മുझे अपनी वही पुरानी, അദ്ദേഹത്തിന് എനിക്ക് എൻ്റെ ആ പഴയ വാച്ച് വേണം എന്ന്. ഓക്കെ, ഇനി അടുത്ത ഭാഗം വായിക്കാം. ഖൈർ जब नाश्ते की बारी आई तो गांधी भोलेपन से बोले, आप लोग लीजिए, मैं तो अपना नाश्ता साथ लाया हूँ. എന്താ പറയുന്നത്? ജബ് നാശ്തേക്ക് ബാരി ആയി തോ, നാശ്ത ബ്രേക്ക്ഫാസ്റ്റ്, ബാരി മീൻസ് ഊഴം. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആ ഒരു ഊഴം എത്തിയപ്പോൾ ഗാന്ധിജി ഭോലെ പെൻസെ ഭോലെ, നിഷ്കളങ്കതയോടുകൂടി പറഞ്ഞു, ആപ് ലോഗ് ലീജിയെ, താങ്കൾ കഴിച്ചാലും, മേ തോ അപ്നാ നാശ്ത സാത്ത് ലായാഹും, എൻ്റെ ഫുഡ് എനിക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സോച്ചോ कितने लोगों में इतनी हिम्मत होगी कि राजा नाश्ते पर बुलाए और वे कह दे, आप लीजिए, मैं तो अपना नाश्ता साथ लाया हूँ. सोचो, ചിന്തിക്കൂ, കിത്തനെ ലോകോമേം, ഇത്രയും ജനങ്ങളിൽ, ഇത്തനീ ഹിമ്മത്ത് ഹോഗി, ഇത്രയും ധൈര്യമുള്ള ആരാണുള്ളത്. എന്താ പറയുന്നത്? രാജാവ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി വിളിക്കുന്നു, പക്ഷെ അദ്ദേഹം പറയുന്നു താങ്കൾ കഴിച്ചാലും ഞാൻ എൻ്റെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. എത്ര ആൾക്കാർക്കുണ്ടാകും ഇങ്ങനെ പറയാൻ ഇത്രയും ധൈര്യം എന്നാണ് നമ്മുടെ മൗണ്ട് ബാറ്റൻ പ്രഭു ചിന്തിക്കുന്നത്. ഓക്കെ ओके तभी गांधी जी के साथ गई उनके सहयोगी ने गांधी के एक पुराने से थैले में എന്താ പറയുന്നത് ഗാന്ധിജിയുടെ കൂടെ പോയ അദ്ദേഹത്തിൻ്റെ സഹയോഗി അതായത് സഹപ്രവർത്തകൻ ഖാദിക്ക് എക് പുരാനെ സെ തൈലേമേ ഖാദിയുടെ ഒരു പഴയ സഞ്ചിയിൽ സഞ്ചിയിൽ നിന്ന് एक छोटा सा डिब्बा और एक चम्मच निकाल कर गांधी जी के सामने रख दिया. ഒരു ചെറിയ ഡിബ്ബയും
അതുപോലെ ഒരു സ്പൂണും, ചമ്മച്ച് എന്ന് പറഞ്ഞാൽ സ്പൂണും എടുത്തിട്ട് ഗാന്ധിജിയുടെ അരികിൽ വയ്ക്കും. ഡിബ്ബെ മേ ബക്കരിക്ക് ദൂത് സെ ബനാ ദഹി ത. ഡിബ്ബയിൽ ആട്ടിൻ്റെ പാല് കൊണ്ടുണ്ടാക്കിയ ദഹിയായിരുന്നു. ദഹി എന്ന് പറഞ്ഞാൽ തൈര്. ഓക്കെ. और चम्मच हालांकि टूटा हुआ था. അതുപോലെ സ്പൂണ് കുറച്ച് പൊട്ടിയതായിരുന്നു. लेकिन उसके टूटे हत्थे पर लकड़ी की कपची धागे से बांध दी गई थी. പക്ഷേ ആ പൊട്ടിയ ചമ്മച്ചിൻ്റെ അവിടെ കൈവെള്ളയിൽ അവിടെ ലക്കടിക്ക് കപ്പച്ചി ഒരു മരക്കമ്പ് കൊണ്ട് അത് നൂലിലങ്ങനെ കെട്ടിയിട്ട് ഉണ്ടായിരുന്നു. വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൺ और उनकी पत्नी ഗാന്ധിജി കോ ദേഖ്തേ രഹ് ഗയേ. അപ്പോൾ ലോർഡ് മൗണ്ട് ബാറ്റണും അദ്ദേഹത്തിൻ്റെ പത്നിയും ഗാന്ധിജിയെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. आज सोचते हैं तो लगता है गांधी जी के इस व्यवहार के पीछे भी कई बातें छिपी हुई थी. आज सोचते हैं तो ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ തോന്നുന്നു ഗാന്ധിജിക്ക് ഇസ് വ്യവഹാർ കെ പീച്ചെ, ഗാന്ധിജിയുടെ ഈ പെരുമാറ്റത്തിൻ്റെ പിറകിൽ കൈ ബാത്തെ ചിപ്പി ഹുയി തി, ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. രാജനീതി में अक्सर कुछ बातें बगैर कहे भी कह दी जाती है. രാഷ്ട്രീയത്തിൽ കുറേ കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ പറഞ്ഞു തരും. रूम कूलर बंद करवाने का सीधा मतलब ഈ നയേ വൈസ്രോയ് കോ യേ സന്ദേശ് ദേനാ था कि റൂം കൂളർ സ്റ്റോപ്പ് ചെയ്യാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വൈസ്രോയ്ക്ക് ഈ ഒരു സന്ദേശം നൽകാനായിരുന്നു. എന്താ അത് നോക്കിയേ. ठंडे कमरों में बैठकर, തണുത്ത റൂമിലിരുന്നു കൊണ്ട് ഹിന്ദുസ്ഥാൻ പർ ഹുക്കൂമത്ത് നഹീ കീ ജാ സക്കേഗി, ഹിന്ദുസ്ഥാനികളെ ഭരിക്കാൻ കഴിയില്ല. ഹംസെ ബാത് കർണി ഹേ തോ, ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ ബാഹർ ധൂപ് മേം ഔർ ഖുലേ മൈദാൻ മേ ആവോ, പുറത്തെ വെയിലിൽ അതുപോലെ തുറന്ന മൈതാനത്തിൽ വരൂ. घड़ी खोने की बात को इतना बड़ा चढ़ाकर कहने का आशय ये जताना था कि घड़ी खोने की എന്താ പറയുന്നത്, വാച്ച് നഷ്ടപ്പെട്ടതിൻ്റെ കാര്യം ഇത്രയും വലുതാക്കി പറയാനുള്ള ആശയം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പറയാൻ എന്താ കാരണം എന്ന് വെച്ചാൽ, ജിസ് ബ്രിട്ടീഷ് രാജ് കാ ദുനിയാ കെ സാമനെ തും ഇത്തന ഢോൽ പീട്ടത്തെ ഹോ ഔർ ഗുൺ ഗാത്തെ ഹോ, എന്താ പറയുന്നത്, ഈ ലോകത്തിന് മുന്നിൽ അവരെന്ത് ചെയ്യും, ബ്രിട്ടീഷ് രാജ്യത്തിനെ അത്രയും എന്താ പറയുക കൊട്ടിഘോഷിച്ചും അതുപോലെ അവരുടെ ഗുണഗാനങ്ങൾ പാടിയൊക്കെ ലോകത്തിന് മുന്നിൽ കാണിക്കുന്നുണ്ട്. അവിടെ മേരി ഘടി തക് സുരക്ഷിത് നഹി ഹേ, അത്രയും വലിയ ഒരു സ്ഥലത്ത് എൻ്റെ വാച്ച് പോലും സുരക്ഷിതമല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത് അല്ലേ. ഔർ ഇസ്ക അസർ ക്യാ ഹുവാ, അസർ ഇതിൻ്റെ പ്രഭാവം എന്തായിരുന്നു. അഗലെ ദിൻ കെ സമാചാർ പത്രോ മേ ഇസ് ബാരെ മേ കോയി സമാചാർ നഹീ ഥാ കി ഗാന്ധിജി और വൈസ്രോയ് മേ ക്യാ ബാത് ഹുയി. എന്താ പറയുന്നേ, അഗലെ ദിൻ കെ അടുത്ത ദിവസത്തിലെ സമാചാർ പത്രോ മേ ന്യൂസ് പേപ്പറിൽ ഇസ് ബാരെ മേ ഇതിനെ പറ്റി കോയി സമാചാർ നഹീ ഥാ ഒരു വാർത്ത പോലും ഉണ്ടായിരുന്നില്ല. ഏതിനെ പറ്റിയിട്ട്, ഗാന്ധിജി और വൈസ്രോയ് മേ, അതായത് ഗാന്ധിജിയും വൈസ്രോയും തമ്മിലുള്ള ആ സംസാരത്തിനെ പറ്റി ഒരു വാർത്ത പോലും അടുത്ത ദിവസത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ലേക്കിൻ യേ ഖബർ ബഡേ ബഡേ അക്ഷരോ മേ ഥി കി ഗാന്ധിജി കി പ്രിയ ഘടി ചോരി ചലി ഗയി. പക്ഷേ വലിയ വലിയ അക്ഷരത്തിൽ വന്നത് എന്ത് വാർത്തയാണ് വന്നേ, ഗാന്ധിജി കി പ്രിയ ഘടി ചോരി ചലി ഗയി, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് മോഷണം പോയി. हालांकि कुछ रोज़ बाद चोर ने सबरमती आश्रम जाकर गांधी जी को उनकी घड़ी लौटा भी दी. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കള്ളൻ സബർമതി ആശ്രമത്തിൽ പോയിട്ട് ഗാന്ധിജിക്ക് ഉൻകി ഘടി അദ്ദേഹത്തിൻ്റെ വാച്ച് ലൗട്ടാ भी दी തിരിച്ചു നൽകി. ഓക്കെ. और अपना नाश्ता यानी माल ठाल नहीं बकरी का दूध, क्योंकि भारत की गरीब जनता को यही उपलब्ध है. അതുപോലെ തൻ്റെ ഭക്ഷണം യാനി മാൽ ഠാൽ നഹി, അതായത് ബഡാ ഖാന നഹി, അതായത് വലിയ ഭക്ഷണമല്ല അല്ലേ. ബക്കരി കാ ദൂത് ആട്ടിൻ്റെ പാല്, ക്യോങ്കി ഭാരത് കി ഗരീബ് ജനതാക്കോ യഹി ഉപലബ്ധ ഹെ, എന്തുകൊണ്ടെന്നാൽ ഭാരതത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്
അതായിരുന്നു ലഭ്യമായിട്ടുള്ളത്. वैसे इसका एक और अर्थ यह भी हो सकता है कि हिंदुस्तान के लोग अपनी मेहनत की खाते हैं. അതുപോലെ ഇതിൻ്റെ മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ അപ്നി മെഹനത്ത് കി ഖാത്തെ ഹെ, അതായത് ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ അവർ പരിശ്രമിച്ചിട്ട് അവർ പണിയെടുത്തിട്ട് അതിൻ്റെ ഫലമാണ് അവർ ഭക്ഷിക്കുന്നത് അല്ലേ. അവർ കഷ്ടപ്പെട്ട് പണിയെടുത്ത അതിൻ്റെ ഫലമാണ് ഹിന്ദുസ്ഥാനിലെ ജനങ്ങൾ ഭക്ഷിക്കുന്നത്. ജബ്കി ബ്രിട്ടൻ ജൈസെ സാമ്രാജ്യവാദി ദൂസറോ കി ലൂട്ട് പർ ഏഷ് കർത്തെ ഹെ, പക്ഷെങ്കിൽ ബ്രിട്ടൻ പോലുള്ള, അതായത് ബ്രിട്ടീഷുകാരെന്താ ചെയ്യുക, മറ്റുള്ളവരുടെ സാധനങ്ങളൊക്കെ കൊള്ളയടിച്ചിട്ട് ജീവിക്കുകയാണ് അവർ ചെയ്യുക അല്ലേ. സാമ്രാജ്യവാദി എന്താ പറയുന്നത്, അതായത് അവരെന്ത് ചെയ്യും, വേറൊരു രാജ്യത്ത്, അതായത് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോയി അവരുടെ രാജ്യത്ത് കൊണ്ടുപോയി അതൊക്കെ വലിയ പൈസക്ക് വിറ്റ് വലിയ റിച്ചായിട്ട് കാണിക്കും അല്ലേ. അതിനാണ് സാമ്രാജ്യവാദി എന്ന് പറയുന്നത്. ഓക്കെ. हिंदुस्तान के लोग अपनी मेहनत की खाते हैं जबकि ब्रिटेन जैसे साम्राज्यवादी दूसरों की लूट पर ऐश करते हैं. गांधी जी का यह मज़ेदार किस्सा मैंने लेपियर और कॉलिन की पुस्तक फ्रीडम एंड मिडनाइट में पढ़ा है. ഗാന്ധിജിയുടെ ഈ അതായത് ഈ രസകരമായ കഥ ഞാൻ ലേപ്പിയർ ഓർ കോളിൻ്റെ പുസ്തകം, അതായത് ലേപ്പിയറും കോളിൻ്റെയും പുസ്തകമായ ഫ്രീഡം ആൻഡ് മിഡ് നൈറ്റ് മേം പഠാ ഹെ, ഫ്രീഡം ആൻഡ് മിഡ് നൈറ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അച്ചി കിതാബ് ഹെ, നല്ല പുസ്തകമാണ്. കहीं മിലേ തോ സരൂർ പഠന, എവിടെ നിന്നും കിട്ടുവാണെങ്കിൽ തീർച്ചയായും വായിക്കണം. ഓക്കെ.